നല്ല ഉറക്ക സംഗതി ഏറ്റു. ഞാനങ്ങ് കുളിപ്പിച്ചു കിടത്തി. ഒന്നും വിഷമിക്കണ്ട, താൻ ധൈര്യമായിട്ടിരിക്കും. മൂപ്പ ഞാൻ അവിടെ എത്തിച്ചോളാം. താൻ പോയിക്കോളൂ. അങ്ങനെ കുമാരൻ പൊക്കോ, ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണോ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, ഞാനല്ലേ പറയുന്നത്. ഓ പൊക്കോളാമല്ലോ. പിന്നെ ഇങ്ങോട്ട് വരും. അമ്മേ, മുത്തശ്ശൻ വന്നു. എന്താ അച്ഛൻ ഇത്ര താമസിച്ചത്? പറയാം. ഇനി ഒരു കസേര എടുത്തിട്ട് ഭയങ്കര ചൂട്. എടുത്തോളൂ. ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ വിത്തും വേരും ചകഞ്ഞ് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ മടങ്ങും. അതാ എന്റെ ശീലം. എന്താ അവിടെ? അല്ല മുത്തച്ഛൻ. മുത്തച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? ഇച്ചു പോടാ പുറത്ത്. കൊച്ചു വർത്താനം കേൾക്കാൻ കുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞാൽ അതിശയോക്തിയാണെന്ന് വിചാരിക്കരുത്. ഇത്രയും ഐശ്വര്യമുള്ള ഒരു കുട്ടി അച്ഛൻ കണ്ടോ പെണ്ണിനെ? പിന്നല്ലാണ്ട് കണ്ടു. ചുറ്റുപാടുകൾ അന്വേഷിച്ചു. എന്നിട്ട് ഒരു തരക്കേടുമില്ല. ഇപ്പോ വലിയ സ്ഥിതിയിലൊന്നും അല്ലെങ്കിലും പഴയ തറവാടികളാ. കൊട്ടാരത്തിലെ കാര്യക്കാരുടെ വകയിലെ ഒരു തായ്വഴിയാ. അഭിമാനികള്. ആ കുട്ടിയെ ഈ തറവാട്ടു അതൊക്കെ പറഞ്ഞേർക്കം കേൾക്കണ്ട. ആ കുട്ടിയെ ഈ തറവാട്ടിൽ കിട്ടുക എന്ന് പറയണത് കുട്ടിക്കൃഷ്ണന്റെ ഭാഗ്യം എന്നല്ല, അമ്മിണിയമ്മയുടെ ഭാഗ്യം എന്നേ ഞാൻ പറയും. എന്റെ ഭഗവതി. ആ കുട്ടി ഈ പടി കിടന്ന് വന്നാൽ സന്ധിക്കുന്നേ വേറെ വിളക്ക് വെക്കണ്ട. അത്രയ്ക്ക് ഐശ്വര്യമാ. എന്നങ്ങ് നടത്താം. ഈ വക കാര്യങ്ങൾ എങ്ങനെയാ വേണ്ടതെന്ന് നീ എന്നെ പഠിപ്പിക്കുക. അതവിടെ നിൽക്കട്ടെ. ആദ്യം അമ്മണിയമ്മ കുട്ടിയെ ഒന്ന് കാണണം. അതിന് പ്രത്യേകിച്ച് ചടങ്ങൊന്നും വേണ്ട. നാളെ കുട്ടി അമ്പലത്തിൽ വരും, അവിടെ വെച്ച് കാണാം. എല്ലാറ്റിലും മുഖ്യം അമ്മണിയമ്മയോട് ഇഷ്ടമാണല്ലോ. ആ കുട്ടിക്കൃഷ്ണൻ ഇപ്പോഴും ഒന്നും അറിയണ്ട. അതെ, അവനോട് ഇപ്പൊ ഒന്നും പറയണ്ട. അത് ഈ പോയി ജീരവെള്ളം എടുത്തോണ്ട് വാ. അച്ഛൻ നിന്ന് കുളിച്ച് ഈ ഡ്രസ്സൊക്കെ മാറ്റി വല്ലതും കഴിച്ചു. അതൊക്കെ പിന്നെയാ. മേല് മുഴുവൻ ഭയങ്കര വേദനയാ. നടന്നു നീ അത് ജീരവെള്ളം എടുത്തോണ്ട് വാ. അല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. മുത്തച്ഛ, ഒന്നുമില്ലമ്മേ. 1 3 2 4 1 2 3. അയ്യോ തെറ്റി. മാച്ചുകളെ ഇപ്പൊ എത്താൻ തുടങ്ങാം. 2 3 1 4 7 9 8. ഒരു തലയൊട്ടി ഇതിലെ പോണണ്ട. തലയൊട്ടി ഭ്രാന്തനാണല്ലേ? സ്വാമി ആയിരുന്നല്ലേ? നമസ്കാരം. ഞാൻ വിചാരിച്ച സ്വാമി മുടി വെട്ടിയത്. ഇപ്പൊ കറക്റ്റാണ്. ഞാൻ ആ 12 അടി തപ്പി കാലത്ത് ഇറങ്ങിയതാ. ഇതുവരെ കിട്ടിയില്ല. അതെ, ആ 12 അടി എന്നുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 15 അടിയാക്കി തരും. ശരി, വളരെ ഉപകാരം. ഇനി 15 വരെ എണ്ണിയാ മതിയല്ലോ. 2 4 3 1 4. തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച്. ഞാൻ എവിടെ എണ്ണി നിർത്തിയത്? 7 2 3 7 4 3 2. ആരാ തെറ്റിച്ചേ? ഓടാ പുല്ലേ. ഓ, ഗൂർഖാസാണല്ലേ? അല്ല, ഞങ്ങള് പോലീസാ. പോലീസാ? കണ്ടാ പറയില്ല. 2 കൊണ്ടാ പറയും.
എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളുടെ കൈ നിർത്തം ചാടിപ്പോയി. അവനെ തിരിച്ചു പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ പണിയും പോകും. രണ്ടു കുടുംബം പട്ടിണിയാവും. അടയാളം വല്ലതും അടയാളം പറഞ്ഞുതരാം. 1 അടി പൊക്കം, നല്ല ഒത്ത ശരീരം. തലമുടി കറുത്തതാണ്. നമുക്ക് പ്രമോഷൻ കിട്ടും. നാളെ ഞാൻ കാണിച്ചത്. പക്ഷേ ഞാനാണ് കാണിച്ചതെന്ന് ആരോട് പറയരുത്. സത്യമായിട്ട് ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മാറിക്കോ. ഇനി നമുക്ക് അടിവെച്ച് മുന്നോട്ട് പോകാം. നമ്മളെന്തിനാ അടി വെക്ക? നമ്മളമ്മ ഒരു പ്രശ്നമില്ലല്ലോ. ഈ അടിയല്ലടാ, കാലടി. ഈ അടി 12 അടി വരെ കൂടെ വരണം. ഞങ്ങളും വരാം. 1 2 3 5 5 പിന്നെ എണ്ണ തെറ്റി. 5 6 4 2 3 7 10 12 1. ആളിവിടെ ഉണ്ട്, ഡിസ്റ്റർബ് ചെയ്യരുത്. ആ പടിയും കൊണ്ട വില ഗുണതട്ടില് പണ്ട് കുടുംബം അങ്ങ് കാരണം രക്ഷപ്പെടാൻ പോണത്. രക്ഷപ്പെട്ടു. ആയിക്കോട്ടെ ഡിസ്റ്റർബ് ചെയ്യരുത്. മര്യാദക്കാരൻ. ഇതാണോ താൻ പറഞ്ഞ 6 അടി പൊക്കം ഒത്ത തടിയുള്ള ആള്? പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട്. മുടി കറക്റ്റ് ആണാ? ആണാ? ബടി 2 4 3 1 6. ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വട്ട. ഇയാളൊന്ന് 12 അടി തയ്ക്കോ? അതിനു മുമ്പ് നമ്മളെ 16 വയ്ക്കും. അത് ശരി. ഞാൻ ആരാണെന്നാടാ നീ വിചാരിച്ചത്? ചോണയുണ്ടെങ്കിൽ ഇവിടെ വാടാ. സുന്ദരിയായ സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേൾഡ് വൈഡ് 100 ബോയ് ഫ്രണ്ട്സ് ഉള്ളവളാടാ ഞാൻ. അമേരിക്കയിൽ വെച്ചുകൂടെ എന്നെ തൊട്ടിട്ടില്ലടാ ഒരുത്തനും. പിന്നെയാ ഈ ചീള് കേസ്. എന്താ നീ പറഞ്ഞത്? ദേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മനസ്സിലാക്കുന്ന ഭാഷയിൽ സംസാരിക്കണം, അല്ലാതെ വെറും പട്ടികളെ പോലെ സംസാരിക്കരുത്. നിന്നെയൊക്കെ തൊട്ടാളാണല്ലോ ഇവിടെയൊക്കെ ചോദിക്കാനും പറയാനും ആളുള്ളത്. എടി, ഇങ്ങനെയാണോ നൂഡിൽസ് ഉണ്ടാക്കുന്നത്? നൂഡിൽസോ? അതിന് ഇത് ഉപ്പുമാവല്ലേ? ഉപ്പുമാവോ? അപ്പൊ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? കൺഫ്യൂഷൻ. ഉപ്പുമാവ് നൂഡിൽസ് എന്ന് പറയുന്നു, നൂഡിൽസിനെ ഉപ്പുമാവ് എന്ന് പറയുന്നു. ഇവിടെ എല്ലാം വിചിത്രമായിരിക്കുന്നു. അതിരിക്കട്ടെ, ഇവിടെ ആരാ ആൻമേരി? ഞാനാ. എന്താ? നിങ്ങളുടെ ഫാദർ പറഞ്ഞേച്ച ദ ഇന്റർനാഷണൽ കുക്ക്. ഇതായിരുന്നോ ഉപ്പുമാവും നൂഡിൽസും തമ്മിൽ തിരിച്ചറിയാത്തൊരു സാധനം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു സാധാരണ കുക്കല്ല. ഓ, അപ്പൊ ഈ അസാധാരണ കുക്കിന്റെ പേരെന്താ? എന്റെ പ്രൊഡ്യൂസേഴ്സ് എനിക്കിട്ട പേര്. അതെ അതെ, എന്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര്. കോണൊന്നിടാത്തത് ഭാഗ്യം. എനിക്കിഷ്ടായി. കാണണം. പിന്നെ അമേരിക്കയിലൊക്കെ പോയി സ്വന്തം ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ പേര് ഗ്ലോറിയാന്ന് ചുരുക്കി. ഗ്ലോറിയയുടെ നാട് എവിടെയാ? തൃശ്ശൂരിലെ കോടാലി. കോടാലിയോ? ഇത് മിക്കവാറും കോടാലിയാവും. എന്തെങ്കിലും ഒഴിഞ്ഞോ? അത് വന്നില്ല. അത് പിന്നെ വേർ ഈസ് മൈ അക്കോമഡേഷൻ? എനിക്ക് ഇന്ന് തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. മാറണടി. എവിടെയാണ് AC റൂം? കിട്ടിയാൽ എന്റെ അച്ഛനെ ഈ ഫ്രാക്ക് ഇട്ട ചൈനീസ് ഡോളിന് എന്റെ ഉപ്പ പോയി.
രാത്രി ആയാലും ഞാൻ എന്റെ ഗ്ലാമറിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതാണ് എന്റെ രീതി. ഫസ്റ്റ് ഷോട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോ സോഫിയ എന്താ സാധനം ഇത്? അയ്യോ വരുന്നു. എന്റെ സൗന്ദര്യം നിന്ന് പേടിക്കാതിരിക്കും. Oh my God. ഞാനിവിടുത്തെ കെയർ ടേക്കറാ മീനാക്ഷി. ചാക്കോ സാർ എന്നെ മീനു എന്നാ വിളിക്കുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാന്ന്. പേടിക്കണ്ടി തടിച്ച്. ഓ നിങ്ങൾ സിനിമ പിടുത്തക്കാരാണല്ലേ? അയ്യോ ഹൗസ് ഓണർ ചാക്കോ സാറ് പറഞ്ഞിരുന്നു. അതെ സാറിന് സിനിമ എന്ന് പറഞ്ഞാ ജീവനാ. ഈ വീട് സിനിമ പിടിക്കാൻ തന്നതേ അതുകൊണ്ടാ. നിങ്ങൾക്കറിയോ പുള്ളിക്കാരൻ വലിയ നടനല്ലേ, സർവകലാവല്ലഭൻ. ആ പിന്നെ നിങ്ങളുടെ സിനിമയിൽ ഒരു വേഷം എനിക്കൂടെ തരുമോ? കാണുന്നത് പോലെയൊന്നും അല്ല, ഏത് പോസിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം. ശൃംഗാരം, വീരം, ചൂരം, പരാക്രമം, പ്രേമം. അഭിനയിക്കാൻ അറിയാവുന്നവരൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. ആലുവ പുഴയുടെ തീരത്ത് ആരാരും കാണാൻ നേരത്ത്. ഇവിടെ അല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അല്ല അല്ല അവിടെ. സ്റ്റാർട്ട് ദ മ്യൂസിക്. तू चीज बड़ी है मस्त मस्त, तू चीज बड़ी है मस्त, तू चीज बड़ी है मस्त. എന്ത് ഒരു ആനന്ദം. വെളുക്കുമായിരുന്നോ? അപ്പോ മുട്ടയും വേണോ അതോ മുട്ടയും അപ്പവും വേണോ? ആണ് മുട്ട കിട്ടോ? അത് നീ ഇടേണ്ടി വരും. അയ്യോ എന്റെ ജാക്കറ്റ്. അഭിനയിക്കാൻ അറിയുന്നവര് ആർക്കും വേണ്ട, അതല്ലേ പറയാ വന്ന്. നിന്നെ ഞങ്ങൾക്കും വേണ്ട.